ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ പണികൾ അങ്ങനെ അടുത്ത ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. കുറച്ചൊക്കെ രാവിലെ ചെയ്തു തീർത്തു. അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് അടിക്കാനുള്ള ACP സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് വാങ്ങിക്കേണ്ടത് സിങ്ക്. അതെ, അതായത് ഒരു സിങ്ക് മേടിക്കണം, ഗ്യാസ് സ്റ്റൗ. യെസ്, ഒരു ഗ്യാസ് സ്റ്റൗ മേടിക്കണം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് പോവുകയാണ്. 15 ഇഞ്ച് വീതി പുറത്തുള്ള ഒരു സിങ്കാണ് നമുക്ക് മേടിക്കേണ്ടത്. ഇത്രയേ പാടുള്ളൂ. യെസ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കി മേടിക്കും. ഇവിടെ തൊട്ടടുത്ത് ഇംബെക്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ചെറിയ പൈസ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അതേപോലെ തൊട്ടപ്പുറം പോയിട്ട് നമ്മൾ വണ്ടിക്ക് കിച്ചണിൽ വെക്കുന്ന സിങ്ക്, ഇത്രയും സാധനമാണ് ഇപ്പോൾ മേടിക്കാനുള്ളത്. വണ്ടിയുടെ ഉള്ളിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് നടക്കുന്നു. ഇനി അത് കൂടാതെ കിച്ചണും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട പരിപാടി AC വർക്ക്, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ ഭാഗങ്ങൾ തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. പുതിയ ചേട്ടൻ നമ്മൾ കണ്ടു. ജോജ ചേട്ടൻ്റെ കൂടുതൽ കൂടി ഈ ചേട്ടനാണ് നമ്മുടെ വണ്ടിയിൽ AC വെക്കുന്ന. പേരെന്നാ? സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടൻ നമ്മൾ രാവിലെ തന്നെ കടയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നു. ഉമേഷ് പേര് മാറിപ്പോയിട്ടോ. ഉമേഷാണോ? ഉമേഷ് ചേട്ടൻ സീപോർട്ട് എയർപോർട്ട് റോഡിൽ AC വർക്ക് നടത്താണ്. അപ്പം മൈക്രോപെക്സ് എന്നേട്ടാ, മൈക്രോപെക്സിന്റെ സാധനങ്ങളാണ് വെക്കണേ. കംപ്രസർ എന്തിയാ കാണിച്ചു തന്നെ? അതെവിടെയാ? അല്ല, നമ്മൾ തൽക്കാലം നോക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അല്ല, പറ്റൂല. ചേട്ടൻ രാവിലെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ വെക്കാനുള്ള മറ്റേ ഡൈനാമ അല്ല, കംപ്രസറും കാര്യങ്ങളൊക്കെ നോക്കി, ലൈനുകൾ നോക്കി. ഇനിയിപ്പോൾ ഇവർ നേരെ പോയിട്ട് സാധനങ്ങൾ പോവല്ലേ. 2 യൂണിറ്റാണ് വെക്കുന്ന മൈക്രോപെക്സിൻ്റെ, ഫ്രണ്ടിലും ബാക്കിലും. ഇതാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇവർ നാളത്തേക്ക് തുടങ്ങും. നാളെ തുടങ്ങൂലേ? ഇന്നത്തെ തുടങ്ങും. ചേട്ടനെ കിട്ടിയല്ലോ. ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് കണ്ടു, ചേട്ടനെ കണ്ടു. നമ്പർ മേടിച്ചോ? നമ്പർ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. യെസ്. അപ്പോൾ എല്ലാ സാധനം കയ്യിലുണ്ട്. അപ്പം നമ്മൾ നേരെ നമ്മുടെ ഓരോ പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങണം. നാളെ കാണാം. യെസ്, കമൻ ദീപു ചേട്ടാ. അതായത് ഇതിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് പിന്നെ ഈ ഒരു ടാറ്റ സഫാരി സ്ട്രോമിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവനെ ആരും കാണാതെ പോയെന്ന് വിചാരിക്കണ്ട. അവൻ നാട്ടിൽ മുങ്ങാൻ വേണ്ടി നോക്കിയതാണ്. അവനെ നമ്മൾ എന്നെ ചെയ്ത് ദീപു ചേട്ടാ ഞങ്ങൾ ഗൈസ് നോക്കൂ. അതായത് സെബിൻ വന്നിട്ടുണ്ട്. സെബിൻ എന്നാം കൊണ്ടാണ് വന്നത്? അതാ ഈ കംപ്രസർ എടുത്തത് ദീപു ചേട്ടാ? ഇല്ല, പുള്ളി പെട്ടു ആണോ? ഇവിടെ ഇരുന്നാൽ മതി എന്നാ പറഞ്ഞ? എന്നാ പോയേക്കാം. നമുക്ക് പോയി സാധനങ്ങൾ മേടിക്കാം കേട്ടോ. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ലിബിനെ, അടിക്കാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? അടിക്കാൻ കംപ്രസറുമായി സെബിൻ എത്തിയെന്നാ സെബിൻ പറഞ്ഞു. ജനറേറ്റർ ആയിട്ട് സെബിൻ എത്തിയെന്നാ സെബിൻ ഇപ്പൊ എന്നോട് പറഞ്ഞേ. സെബിൻ ഇപ്പൊ എന്നെ കൊണ്ട് വന്നേ ജനറേറ്ററും കൊണ്ട്. ഞാൻ ഞങ്ങളുടെ വേറൊരു ജനറേറ്റർ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നലെ എപ്പോഴാണ് ബസ് കയറിയ? അല്ല, എത്ര മണിയിലെത്തിയ? എത്ര മണിക്കാ കയറിയ? ഗൈസ്, എന്തായാലും നമുക്ക് നേരെ പോവാം. ഗൈസ് നോക്കൂ, ഞങ്ങള് സാധനം മേടിക്കാണ്ട് വന്നാണ്. അപ്പൊ ഞങ്ങളുടെ സബ്സ്ക്രൈബർ കിട്ടി. പേരെന്നാ? പേര് പ്രവീൺ. വീട് വരാപ്പുഴ. കുവൈറ്റിൽ നിന്ന് ഞാൻ ഒരുപാട് കാണാൻ നിങ്ങളുടെ വീഡിയോ കണ്ടോ. സബ്സ്ക്രൈബറിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഇവിടുന്നാണ് സാധനം മേടിക്കുന്നത്. ഇന്നലെ എനിക്ക് 58 GB ഞങ്ങൾ 14,000 രൂപയ്ക്ക് മേടിച്ചു. ഞങ്ങൾ ഇനി കുറച്ച് സംസാരിച്ചു തുടങ്ങട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് TV വാങ്ങിച്ചാണ്. അതായത് ഞങ്ങൾ സ്ഥിരം ഇവിടുന്നാണ് സാധനം മേടിക്കാറ്. അപ്പോൾ ഞങ്ങളൊരു ഗ്യാസ് സ്റ്റൗ മേടിക്കാണ്ട് വീട്ടിലിരിക്കുന്ന TV ഇല്ലേ, അല്ല ഇവിടുത്തെ സാധനം. അതായത് ഇന്നലെ നജീബിക്ക് ഒരു TV വാങ്ങിച്ചു. പിന്നെ ഇവിടുന്നാണ് ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കുക. എല്ലാം ഫാക്ടറി വിലയ്ക്ക് കിട്ടും. പിന്നെ റീഫർണിഷബിൾ സാധനം കിട്ടും. TV ഒക്കെ റീഫർണിഷൊക്കെ ചെറിയ പൈസ കിട്ടും. അപ്പം അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് സിങ്ക് മേടിക്കാനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. എൻ്റെ കണാരം കൂട്ടുകാരൻ വണ്ടി എടുക്കുക. മറിയോ. ഞങ്ങളിപ്പം ഷോപ്പിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം ഞങ്ങളൊരു TV നോക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കൂടെ ഉണ്ട്. അതായത് ഇത് ഗ്യാസ് സ്റ്റൗ ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ. അപ്പം ഇതിലേതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റൗ നമുക്ക് സൈസ് നോക്കി. ഇതെല്ലാം 15 ഇഞ്ചിന്റെ ഉള്ളിലുള്ള സാധനമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് 15, കറക്റ്റ് 15. നീളം ഇത്രയും പാടില്ല കേട്ടോ. അപ്പൊ ഇതെടുത്തോ. നീളോ 13 ഉള്ളൂ. ഇതിൽ നീളം കുറഞ്ഞുണ്ടോ? ഇക്കാ ഉണ്ട് ചേച്ചി. നീളം കുറഞ്ഞത് അടുപ്പിച്ചിരിക്കുന്നത് കാണിച്ചു തന്ന് പൈസ. അപ്പം ആ സാധനം വാങ്ങിക്കണം. അപ്പോൾ അതിലേതാന്നുള്ളത് നോക്കിയിട്ട് ഇത് 3 എണ്ണം ഉണ്ട്. പക്ഷേ ഇതിന് വീതി കൂടുതലാണ്. വീതി കൂടുതലാകുമ്പോൾ വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം പോകും. നീളം വീതി അത്ര സ്ഥലം പോകും. പ്രശ്നം ചേച്ചി ഒരു മോഡൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കിച്ചണിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് പാത്രം കൂടെ മേടിക്കാണ്ട്. ഇവിടെ പാത്രങ്ങളൊക്കെ വിലക്കുറവാണ്. കുക്കർ മേടിക്കണം, വലിയ കുക്കർ വാങ്ങണേ. 10 ലിറ്ററൊക്കെ അല്ല വണ്ടി മൊത്തം നശിക്കും. യെസ്. അപ്പോൾ അങ്ങനത്തെ 2-3 സാധനം മേടിക്കണം. ഇത് വേറെ കമ്പനിയുടെ കേട്ടോ. അതൊക്കെ ഇംബെക്സിൻ്റെ ആണ്. അതോ
ഇതിനെന്നെ കുഴപ്പം? അല്ല സോറി, കുഴപ്പമില്ല. ഇതിനെന്നെ പ്രത്യേകത? വീതി കുറവാണ്. വീതി അതിന്റെ കുറവുണ്ടാവുള്ളൂ, മേലോട്ട് പോലെന്ന് പറഞ്ഞിട്ടുള്ളൂ. കുറഞ്ഞ കുഴപ്പമില്ല. ഇതിനെന്നെ ചേച്ചി പ്രത്യേകത? ഇത് വീതി കുറവാണ്. ഇത് ഓട്ടോമാറ്റിക് നമ്മൾ കത്തിക്കണ്ടല്ലോ? അല്ല, നോർമലാണ്. നമ്മൾ കത്തിക്കണം. എങ്ങനെ കത്തിക്കണം? മറ്റേ അതിനെല്ലാം കത്തിക്കണം. അത് കത്തിക്കണം. പിന്നെ അതിന്റെ വലുത് കത്തിക്കണ്ട, ഓട്ടോമാറ്റിക് ആണ്. ഏത്? 2 ഏത്? ഇതോ? ഇതല്ല, ഇത് 2,200 ഇതിനാ. ഇതാണോ കത്തിക്കണ്ടേ? ഓട്ടോമാറ്റിക് ആണ്. ആണോ? ഇത് എത്ര ഉണ്ടാ? ടൈൽസ് ഫിനിഷ് കിട്ടും. അത് ഇത് ഏകദേശം ഒരേ മെഷർമെന്റാ. ഇത് മേടിക്കാം. അല്ല, അത് ഇത് ഒരേ മെഷർമെന്റ് അല്ല. ഇതാകുമ്പോൾ മറ്റേ കത്തിക്കുന്ന സാധനം കൊണ്ട് നടക്കണം. അതാകുമ്പോൾ ഇതാകുമ്പോൾ വേണ്ടല്ലോ. പക്ഷെ അത് ഒരേ നീളം നോക്കി. 1 ഇഞ്ചൊക്കെ ആണ് ഇത് എടുക്കുന്നത്. 3 സാധനം കിട്ടിയില്ലേ? 70. ആ നോക്കി. ഞാനൊരു പണിയാം. ഇതുകൊണ്ടോ? ഇതിൻ്റെ വേറെ പീസ് ഉണ്ടോ ചേച്ചി? ഗൈസ് നോക്കൂ, നമ്മളവിടുന്ന് ടേപ്പും സാധനം കൊണ്ടൊക്കെ വന്നേ. ഞങ്ങളൊരു കത്തി സെറ്റ് മേടിച്ചു വണ്ടിയിലേക്ക്. 195 രൂപ. ഇവിടെ വന്ന പ്രത്യേകത, ഇന്നലെ നമ്മൾ നജീബിക്ക് ഈ സാധനം പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 1000 രൂപ അടുത്ത് വരും. 1000-1500 വരും. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് TV മേടിച്ചു 13,000 രൂപ. പക്ഷെ ഇപ്പൊ ആ TV ഇവിടെ ഇല്ല. 58. എന്റെ വീട്ടിലെ TV ഒക്കെ ഇവിടുന്നാണ് മേടിക്കുന്നത്. ഇത് ഇമ്പക്സിന്റെ മാളിമ്പടി വന്നാൽ മതി. സൈനൂസിന് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് TV ഒക്കെ റീഫർണിഷബിൾ TV 12,000. അല്ല, എത്ര മുതലാണ് സ്റ്റാർട്ടിങ്? മറ്റേ ചെറുത് 4,000 മുതൽ ഒരു 58 ഇഞ്ച് 55 ഇഞ്ച് TV ഒക്കെ ഒരു 14-15 ആ റേറ്റിന് നിങ്ങൾക്ക് സ്മാർട്ട് TV. അതിനകത്ത് എല്ലാം യൂട്യൂബ് സാധനമൊക്കെ ഉണ്ടോ. പിന്നെ TV ആണ് ഞങ്ങളുടെ വീട്ടിൽ മേടിച്ചപ്പോൾ 2 കൊല്ലം. പിന്നെ അതല്ലാതെ 28,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 65 എത്ര 55 ഫ്രഷ് ഫീസ് ഗൂഗിൾ TV സാധനമൊക്കെ കിട്ടും. അത് നിങ്ങൾ വരാൻ നേരത്ത് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ എല്ലാത്തിനും പൈസ കുറവാണ്. ഞങ്ങൾ സ്ഥിരം മേടിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് സാധനം മേടിക്കാവുന്നതാണ്. ഇനി ഇവിടുന്ന് പാത്രം മേടിക്കാനുണ്ട്. പാത്രം മേടിക്കണം. പിന്നെ അതേപോലെ ഓവൻ നടക്കൂല, കാരണം ഇവിടെയുള്ള കോയിൽ ഓവനാണ്. പിന്നെ കത്തി വാങ്ങിച്ചു. പിന്നെ സ്റ്റൗവും സാധനം കൊണ്ട് ഞങ്ങൾ പാത്രമാണ് ഇനി മെയിൻ. പാത്രം എടുക്കണം. എല്ലാം പുതിയ മറ്റേ ഇതിനെത്രയാ? അതിന് മറ്റേ 1,900. ആ ഗൈസ്, ഇത് വേണം ഒരെണ്ണം മേടിക്കാം കേട്ടോ. ഇത് നമുക്ക് ഉപകാരപ്പെടും. ഓടസേ പിന്നെ എണ്ണ ഉപയോഗിക്കാതെ ഒരെണ്ണം മേടിച്ചാലോ? ഇത് ഇപ്പം വേണം. നമുക്ക് വണ്ടി പോകാൻ നേരത്ത് നമുക്ക് യെസ്, എന്നാൽ പോകാൻ നേരത്ത് മേടിക്കാം. അല്ല അവിടെ കിടന്ന് കളയുള്ളൂ. ഫാൻ എടുക്കണം. ഫാൻ എടുക്കണം. കുറച്ച് പരിപാടി ഉണ്ട്. നീങ്ങാം ചേച്ചി. സാധനം തന്നാലും ഞങ്ങൾ പോയാലും പൈസ കൊടുത്താലും. ഫൈനലി നമ്മൾ സാധനം വാങ്ങിച്ചു. ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ. മിസ്റ്റർ ഷെബിൻ കൊണ്ടുവരുന്നുണ്ട്. ബാക്കോട്ട് വെച്ചാൽ കേട്ടോ. അവിടെ കയറുവോടാ? കയറുവോ? നേരെ കുത്തനെ വെക്ക്. ചെരിച്ചു വെക്കടാ. ആ ഉച്ചോ, ഇതൊന്നും ഗ്യാസ് ഒന്നും ഇല്ലാത്തല്ലേ. പരിപാടി കഴിഞ്ഞു, പോവാം. ഗൈസ് ഫൈനലി വണ്ടി തിരിച്ചെടുത്തു കേട്ടോ സെബിൻ. ഇനിയിപ്പോൾ ഇതിന് കയറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്താ വരവ്, എന്താ കുണുങ്ങിയുള്ള വരവ്. ഒന്നാമത്തെ കാര്യം, കാലാവസ്ഥ ഇപ്പോഴത്തെ പ്രവചിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാനും പറ്റില്ല കേട്ടോ. പോവാടാ. ആ പള്ളിയില്ലേ, പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഹാർഡ്വെയർ കട. അവിടെ നിന്നാണ് നമുക്ക് സാധനം മേടിക്കും. 12 ഇഞ്ചിൻ്റെ ഉള്ളിൽ കയറണം. മേളത്തെയോ? ഇതാണ് ഏറ്റവും ചെറുത്. ഇതാണ് കിട്ടുന്നതിൽ ഏറ്റവും ചെറുത് സ്റ്റീൽ സിങ്ക്. അതാണോ അതിൻ്റെ മേളത്തെയാണോടാ? ആണോ? ഗൈസ് ഒരു കടയിൽ വന്നു. ഇവിടെ നിന്ന് ഈ സാധനം മേടിക്കണം. നല്ല പാത്രം കഴുകും പരിപാടിയൊക്കെ നമുക്ക് കാണിച്ചേ. വീതി 15, 16 അല്ല, ഔട്ടർ വരും. അത് ഔട്ടർ വെക്കാം. ഇറക്കി കഴിയുമ്പോൾ 15 കറക്റ്റാ. 15 ബാക്കി വിഷയമില്ല. അല്ല, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരണ്ടേ? ഇറക്കി വെക്കുമല്ലേ ഫ്രെയിം ആകെ 15 ഉള്ളൂ. ഇത് 14 ഉണ്ടാവുള്ളൂ. അതല്ലേ ഇത് പുറത്തോട്ട് വരും. ഇല്ലടാ, ഇതുണ്ട്. ഇത്ര കണ്ടോ? നീ ഇത് നോക്കി ഇതിന്റെ അകത്തോട്ട് മനസ്സിലായി. നമ്മൾ അടിച്ച ഫ്രെയിമില്ലേ, അതിന്റെ പുറത്തോട്ട് പോയി നോക്കാം. ചേട്ടാ ഇതിനും ചെറുതില്ല? മതിയോ? അല്ലല്ല, അതിനകത്ത് ഇരുന്ന ഗൈസ് ഫൈനലി സിങ്ക് കിട്ടി. ഒടുക്കത്തെ മഴ. വാ പോരെ. അയ്യോ കേറ്റിക്കോ, എങ്ങുവാ ഇവിടെ കേറ്റിക്കോ. എടാ പണി പാളി. മഴ, ഒടുക്കത്തെ മഴ. ഒരു രക്ഷയില്ല. എടാ ഞങ്ങൾ ക്ഷത്രിയന്മാരാ കൊണ്ടാ. അത് അളവ് കറക്റ്റാവുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ആയിരിക്കുമോ? അങ്ങനെയാവുന്ന എനിക്ക് തോന്നുന്നില്ല. പുറത്തോട്ട് വരും. അല്ല, നീ ബുദ്ധിമാൻ. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലല്ലേ? ഏതോ ഒരു ഡോർ അടയ്ക്കാനുണ്ടോ? ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ സാധനമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി. AC ചേട്ടൻ ഇതുവരെ പോയില്ലല്ലേ? ജോജോ ചേട്ടൻ നൈസായിട്ട് കൊടുത്തു. ബാബാ ഇറങ്ങിക്കോ. നിർത്തിക്കോ.
നീ വരുമ്പോഴേ നീ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ. ഗ്യാസ് സ്റ്റൗവും സാധനം കൊണ്ടുവരാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ എടുത്തോളാം. ഗൈസ് ഫൈനലി സിങ്ക് നമുക്ക് വെച്ച് നോക്കണം കേട്ടോ. ഈ സിങ്ക് വെച്ച് നോക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ആ സിങ് അങ്ങനെയാണ് ഫ്രെയിം വെച്ചാൽ മാറ്റി. മറ്റേ സാധനം എടുത്തോണ്ട് വാ. ഏതാ ആ പൊങ്ങൂല എനിക്ക്. ആണോ? ഈ പ്രായത്തിൽ നിനക്ക് പൊങ്ങൂല? കൈക്ക് പ്രശ്നം. എന്താ ചേട്ടാ ചെയ്യാ ഈ പ്രായത്തിൽ ഇവന് പൊങ്ങൂലാന്ന്? നിനക്ക് പൊങ്ങാതായി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുവോ ചേട്ടാ? ഇതൊന്ന് വെച്ച് നോക്കിയേ, ഇറക്കി നോക്കിയേ, നോക്കിയാലോ ഒന്ന്. പെർഫെക്റ്റ്. ഇതിൻ്റെ അത്ര ഇനി എവിടെ കിട്ടാനാ ചേട്ടാ? അവിടെ തള്ളി വെച്ചേ പോരെ. ഇരുന്നു. ഓക്കെ മതി ചേട്ടാ. മറ്റേ അവനോട് മൂത്തോര് പറയുന്ന കേൾക്കണമെന്ന്. എനിക്കത് കണക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ, കാരണം എനിക്ക് പരിചയമുണ്ടല്ലോ, അറിയാലോ. അതെന്തിയാ അവനെന്തിയേ? ഗ്യാസ് സ്റ്റൗ കൂടെ എടുത്തോണ്ടോ അത് ചേട്ടാ. അപ്പൊ ഈ കാം करने के लिए ठीक है ना? गरम नहीं है സെബിൻ എന്തിയേ? എൻ്റെ അമ്മ. അയ്യോ പിടിച്ചേ ചേട്ടാ തുറന്ന് അതിനകത്ത് വെച്ച് നോക്കിയാട്ടാ. അത് കറക്റ്റാ ചേട്ടാ. അത് ഇഞ്ചി കറക്റ്റാണ്. എന്നാലും വെച്ച് നോക്കണ്ട നമുക്കൊന്ന് അല്ലേ? വെച്ച് നോക്കിയാലേ അതിൻ്റെ ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. നീളം വീതി എല്ലാം നീ ചെറുക്കൻ്റെ കൊടുത്തു വിട്ടല്ലേ? പൊങ്ങുന്നില്ലെന്നാ ഈ സാധനം ഇറക്കി വെക്കട്ടെ. ആവോ? കറക്റ്റ് കറക്റ്റ്. പാത്രം വെക്കാനുള്ള സ്ഥലം കിട്ടൂലല്ലേ? ചേട്ടാ നീട്ടണ്ട, ഇങ്ങനെ തൂക്കിയെടുത്തൊരു സാധനം വെച്ചാൽ മതി. ആ സാധനം ഞാൻ എടുത്തിട്ട് വരാം. അവിടെ ഉണ്ട്. എന്തിയെ? ഞാൻ എടുത്തിട്ട് വരാം. ആണോ? നമ്മുടെ വണ്ടിയുടെ കുറച്ച് പാർട്സ് കൂടി ഇരിപ്പുണ്ടല്ലോ, ടെൻഷൻ അടിക്കണ്ട ചേട്ടാ. അതിന് നീട്ടി അടിക്കണ്ട. അതിനെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എൻ്റെ ഉണ്ട് ഐഡിയ ഉണ്ട്. എല്ലാം ആയിട്ടോ. ഇനിയിപ്പം വലിയ പരിപാടികളൊന്നുമില്ല. ഇവിടെ സീറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. ഇത് കാലി വെക്കാൻ പറ്റൂടാ സെബിനെ? ജോജ് ഇതുവരെ വന്നില്ലല്ലോ. വാ നിന്ന് കാലി വെച്ച് നോക്കി. നിനക്കല്ലേ സ്ലീപ്പർ ബസ്സിൽ പല കാര്യങ്ങളും ചെയ്ത് പരിചയം. പോയി നോക്ക്. രണ്ടെണ്ണം. അതിന്റെ ഫ്രെയിം മാറ്റിയിട്ട് ത്രികോണം. ചേട്ടാ ഇത് കണ്ടോ? ഇത് എനിക്ക് വേണം. ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കണ്ട ചേട്ടാ. ഇത് കണ്ടോ? ഈ സാധനം മനസ്സിലായോ? താത്താനും പൊക്കം അതേപോലത്തെ ഒരു സാധനം അവിടെ വെച്ചാൽ മതി. കട്ടിംഗ് ബോർഡ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ പീസ്. എന്നിട്ട് ഇത് പിടിച്ച് എന്നിട്ട് ആവശ്യം വേണ്ടപ്പം അതും കൂടി പൊക്കിയിട്ട് വെക്കുന്നു. ആവശ്യമില്ലാത്തപ്പോൾ താത്തി ഇടുന്നു. അല്ല അങ്ങോട്ട് ഓവർ നീളം പോയി കഴിഞ്ഞാൽ സ്പേസ് പോകും അല്ലടാ സെബിനെ? കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ. കുറ്റി താഴെ ചേട്ടാ അതിനനുസരിച്ച് ചെയ്തോ, കാര്യങ്ങൾ കൈകാര്യം ചെയ്തോ. യെസ് ഗൈസ്, അപ്പം ഞാൻ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലെ പണികൾ തകൃതിയായി നടക്കും. നമുക്ക് കാണിക്കാം. അതിന് മുമ്പ് ഇവിടുത്തെ ചേട്ടന്മാർ പണിയെടുക്കണം. നമുക്ക് താഴോട്ട് പോകാം. കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരണ്ട. വാ ഗൈസ്, ഇവിടുത്തെ പണികൾ ഇപ്പം നിശ്ചലമായി. പിന്നെ ലിവിന് ഇവിടുത്തെ ടേപ്പ് ഉണ്ട്. പിടി എനിക്ക് ഹെർണിയ. ഗൈസ് ഇപ്പം ഞാനൊരു വേറെ സാധനം പറഞ്ഞുതരാം. നിങ്ങൾ ആരും ചിരിക്കരുത്. വാടാ. അപ്പുറം ഇതും ഇപ്പുറം ഇതും. എടാ വാടാ. നിങ്ങൾ ചിലപ്പോൾ നോക്കാൻ നേരത്ത് ഞങ്ങളുടെ സൗന്ദര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം മഴയായിരുന്നു. മഴേൻ്റെ അത് ഫുള്ള് നനഞ്ഞു പോയി. നിങ്ങളുടെ എനിക്ക് സെബിനും എനിക്കും കഴിക്കാൻ പറ്റിയ ഏക മീറ്റ് കോഴിയിറച്ചിയായിരുന്നു. പക്ഷെ അവനതും കഴിക്കാൻ പറ്റൂല. സെബിനും മൂലക്കുരും ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിരത്താൻ തയ്യാറാണ്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു യുവാവാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ചിക്കനും കഴിക്കത്തില്ല, ഇവനും കഴിക്കത്തില്ല. ഞങ്ങൾ ഇതെല്ലാം വെജായിട്ടോ. രാവിലെ തന്നെ തൈര് സാധം, ഉച്ചയ്ക്ക് തന്നെ കഞ്ഞി, സാമ്പാർ സാധം. ഗൈസ് അപ്പം അങ്ങനെയാണ്. അപ്പം മീറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അതായത് യാത്രയിൽ രാവിലെ ഭക്ഷണം കഴിക്കാതെയും അമിത നേരം വണ്ടി ഇരുന്ന് ഓടിച്ചിട്ടൊക്കെ എനിക്കിങ്ങനെ വന്നതെന്ന്. സംഭവം ശരിയാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇവനിങ്ങനെ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കൂടിയില്ലേ? എനിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഫാറ്റി ലിവർ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, കല്ലില്ലേ, പിന്നെ പോയി. ഗൈസ് അപ്പം ഇതാണ്. ഞാൻ ഇനി കാര്യങ്ങളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ 1 kV ജനറേറ്ററിൻ്റെ. ഏത് കയ്യിലെ സ്റ്റീലിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോ. ഇതാണ് നമ്മുടെ 1 kV ജനറേറ്റർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ആ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ
ഒന്ന് ലെവലാക്കി എടുക്കാൻ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ഈ ഒരു സാധനമാണ് നമ്മൾ വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. കാരണം അതിനുള്ള സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഈ സാധനം ഇത് കണ്ടോണം, ഈ ശ്രദ്ധിച്ചോണം, ഈ 7 കെവിയുടെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിക്കുറ്റി തീരും. കാരണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ എണ്ണ വേണം. പിന്നെ ഇത് പ്രോപ്പറായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല. പിന്നെ ഇതിന് എപ്പോഴും എല്ലാ ദിവസവും ഒരാഴ്ച ഓയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു ഉള്ളിൽ നമുക്ക് ചാർജ് ചെയ്യണം, അത്യാവശ്യം നമുക്കൊരു ഫാൻ ഇടണം. അങ്ങനെ വരാൻ നേരം നമുക്ക് ചെറിയ ജനറേറ്ററിന്റെ ആവശ്യമുള്ളൂ. വലുതായിട്ട് നമുക്കൊരു മിക്സി അടിക്കണമെന്ന് വെച്ചാൽ ഈ സാധനത്തിന്റെ ആവശ്യപ്പെടും. മിക്സ് ചെയ്ത് പോവും. 1000 kV വരെടാ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അല്ലേ? ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് മതി. നിനക്കൊരു സെമിനൊക്കെ ഇടയ്ക്ക് കാട്ടി കയറാൻ നേരത്തെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതെ ഗൈസ്, അപ്പം നിങ്ങൾ ആ സാധനം കാണിച്ചു തന്നു. ഇനി വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്തു നിന്ന് ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ നേരത്ത് നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് കയറാം. അപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയ സംഭവങ്ങൾ അവിടെ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പുകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ല, ഷീറ്റടി പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങൾ, അതിലാണ് വണ്ടിയുടെ ഭംഗി ഇരിക്കുന്നത്. യെസ്, അതാണ് സൗന്ദര്യം. അതായത് അഖിലിനോട് ഞാനിപ്പോൾ ഓരോ കാര്യം ചോദിക്കുമായിരുന്നു. അതായത് ക്യാമറയ്ക്കുള്ള ലൈന്, ബാക്കി ഇൻവേർട്ടർ ലൈൻ, ബാക്കി സ്വിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇലക്ട്രിക്കൽ സംഭവങ്ങൾ ഇനി ചെയ്യാല്ലേ? അല്ല, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, അതിന്റെ മറ്റേ സിസ്റ്റം കാണുന്നില്ലല്ലോ. സിസ്റ്റം അതിന്റെ വണ്ടിയുടെ ഉണ്ട്, എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് മറ്റേ ഇൻവേർട്ടർ ആണോ? അല്ല, മുന്നിലൊരു മറ്റേ TV കാണുന്ന സാധനം ഇല്ലായിരുന്നോ? ഏത് AVR-ഓ? അല്ലെന്ന് ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ലായിരുന്നു ഫ്രണ്ടില്. അതല്ലേ നമ്മൾ സഫാരി കയറ്റിയത്. പിന്നെ അപ്പൊ ഇതിന് വേറെ മേടിക്കണം അല്ലേ? ഇതിന് ഇനി അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാം. ആ സാധനം എടുത്ത് സഫാരി കയറ്റി എടുത്ത് ഞാൻ അഖിലിനോട് പറഞ്ഞു സെറ്റ് ചെയ്ത് തരാം. ഇനിയിപ്പോ സമ്മതിച്ചല്ലേ ഇവിടെ എടുത്തു വെച്ചെന്ന് നീന്തെ പറയാൻ? ഞാൻ സമ്മതിച്ചില്ലല്ലോ. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? എടുത്ത് സാധനങ്ങൾ തരാം. എന്തൊക്കെയുണ്ടാ എവിടെ ഇരിക്കുന്നത്? അതൊന്നും അല്ല, ഇവൻ ഞങ്ങൾ അറിയാതെ ഇവൻ എവിടെയോ അഖില പോയി രക്ഷപ്പെടുത്തിയ. എന്താ മതിലാടിയ നീയല്ലേ പോയി പറ്റിയ? ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിനെ കുറിച്ച് പറയാൻ നേരത്ത് ദിവ്ചേട്ടാ വാ, ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരൂ. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. ഇതിനകത്ത് തണുക്കാനുള്ള സെറ്റപ്പും ഉണ്ട്, അതേപോലെ ഐസ് ആകാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇത് ഈ വണ്ടി മേടിച്ചപ്പോൾ കിട്ടിയതാട്ടോ. ഇതിന്റെ അകത്തോട്ട് നോക്കിയേ. വണ്ടി മേടിച്ചപ്പോ ഒന്ന് കിട്ടിയോന്ന് നമ്മൾ മേടിച്ചു വെച്ചതാ. ഇലക്ട്രോസ് ഈ വണ്ടി മേടിച്ചപ്പോൾ കിട്ടിയത്. ഈ വണ്ടി മേടിച്ചപ്പോ ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലായിരുന്നു. ഇവനെ ഒരു ഗ്ലാസ് മാത്രം. അഖിലേ, ഈ ഫ്രിഡ്ജ് ഈ വണ്ടി മേടിച്ചപ്പോൾ കിട്ടിയതല്ലേടാ? ആ, കാലുകാരല്ലേ? സത്യം പറ, അത് നമ്മൾ മേടിച്ചു വെച്ചല്ല. അല്ല, ഇത് ഈ വണ്ടി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന. ആ, ഇത് മേലല്ലടാ ഇരുന്ന. ആ, ആരോ പറഞ്ഞ ഇത് ഈ വണ്ടി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫ്രിഡ്ജാ. സത്യം, നീ എന്നെ രക്ഷിച്ചു. അതെ 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 ഗൈസ്, അപ്പം ഈ സാധനം കഴുകി വൃത്തിയാക്കി എടുക്കാണ്ട്. പിന്നെ ഇതിനിപ്പോൾ വണ്ടിയെ കയറ്റണം. പിന്നെ അതുകൂടാതെ ഇതുകൊണ്ട് ഇത്രയും സ്പേസ് ഉള്ളു. ഇവിടെയാണ് ജനറേറ്റർ കയറ്റാൻ വേണ്ടി പോകുന്നത്. അവിടെ ഓരോരോ പരിപാടി നടക്കുകയാണ്. വാ, കാണിച്ചു തരാം കേട്ടോ ഓരോന്നായിട്ട്. ഗൈസ്, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇവന് സൗന്ദര്യം കൊടുത്ത കാരണം ഇവനെ മാറ്റി. ഇവന് സൗന്ദര്യം കൂടുതലാണ്. ഇവന് സൗന്ദര്യം കൂടുതലാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് കണ്ണൻ ചേട്ടാ ഇതല്ലേ ഒന്ന്, ഒരു ബെഡ് അല്ലേ? 1 2 3. ഇനി ഇത്ര ഫ്രെയിം വരുമോ? ഇല്ല. ഇങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ഇത് വരുമോ? ആ സാധനം മാത്രം ഇതിനൊന്ന് അലങ്കരിച്ച് സെറ്റപ്പ് ആക്കി എടുക്കും. ഓക്കെ, ഇത് നമ്മുടെ കിച്ചൺ. യെസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. അതിൻ്റെ പ്ലൈവുഡ് സാധനങ്ങൾ, സംഭവങ്ങൾ. ഇത് ബാത്റൂമിൻ്റെ ഡോറും കൂടെ ഒന്ന് കാണിച്ചു. ആലംബായി ഒന്ന് ബാത്റൂമിൻ്റെ ഡോറും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ആ, ആലംബായി ഇവിടെ ശ്രദ്ധിക്കണ കട്ടറുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. ആ, ഉള്ളിലോട്ടല്ലേ? ആ ചേട്ടാ, പുറത്തോട്ട് വരാൻ പറ്റുമോ? ഇത് ഇങ്ങനെയല്ലേ, ഇവിടെയല്ലേ വരിക? ഓ, ഇത് ഇഷ്ടം പോലെ സ്ഥലം. കുളിക്കുകയും ചെയ്യാം, ബാത്റൂമിലും പോവാം, ഉള്ളിലും ആക്കാം. ആ, ഇവിടുന്ന് കുളിക്കാട്ടോ, നന്നായിട്ട് കുളിക്കാം. നമുക്കൊരു കുളിക്കുന്ന സെറ്റപ്പ് കൂടി ചെയ്താലോ എന്നാല്? ആ, പക്ഷെ ആകെ 70 ലിറ്ററേ ഉള്ളൂ. അത് പറ്റൂല, 2 ആൾ കുളിക്കുമ്പോൾ മൊത്തം 2 ബക്കറ്റ് വെള്ളം കിട്ടും ഇതിനകത്ത്. ആണോ? ആ, അത് മതി ഗൈസ്. അപ്പോൾ ഇത്ര സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം. ആ, ഇന്നലെ പറഞ്ഞാൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നടക്കട്ടെ. AC പരിപാടി, അങ്ങനത്തെ സംഭവങ്ങൾ. നമ്മളിനി ഇതിൻ്റെ അകത്ത് കയറുന്നതനുസരിച്ച് പണികൾ പെൻഡിങ് ആവും. നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മതി കുക്കിങ്ങിനും സാധനങ്ങൾക്കൊക്കെ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം. ഇതിൻ്റെ അകത്ത് ഇനി മാറ്റുകൾ, അതിലുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിടണം. പിന്നെ എഞ്ചിൻ പണിയുണ്ട്, ക്ലച്ച് പണിയുണ്ട്. ചേട്ടാ, ഒന്ന് മറ്റേ സെറ്റപ്പ് പറഞ്ഞു പൊക്കവും താത്തവും ചെയ്യാം. ഒരെണ്ണം ഇതേ ആണി കുത്തിക്കറാൻ നോക്കണേ ചേട്ടാ. കൊള്ളും. ഉണ്ടാവും. അത് വെക്കുവാണെങ്കിൽ ആ സ്ഥലം നമുക്ക് ഉപകാരപ്പെട്ട് കിട്ടും. കുട്ടിപ്പണി നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടിപ്പണി ഓരോന്നായിട്ട് അവിടെ ഏകദേശം ഈ സൈഡൊക്കെ ലെവലായി. ഞാനേ
നിങ്ങളെ ഒരു ചെറുതായിട്ട് ഞാൻ വണ്ടിയുടെ ഒരു സംഭവം ഉദ്ദേശിക്കുന്ന സാധനം ഫിക്സ് അല്ല, ഞാൻ എങ്ങനെയാണ് വണ്ടി വരിക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഫിക്സ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇതാ അവിടെ കാണിച്ചു കൊടുത്തേ. ഈ ലൈറ്റൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ ഏകദേശം വരും, ഇതേപോലെ കളറ് ഫ്രണ്ട് ഡിസൈനും സംഭവമൊക്കെ ഇതേപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത സൈഡ് കാണിച്ചു തരാം. പുറം ഭാഗം ഇതുണ്ടോ, ഏകദേശം ഇതേപോലെയാണ് പെയിൻറ് നമ്മൾ പ്ലാൻ ചെയ്താക്കുന്നത്. അകംഭാവം എന്നാണ്, അഹംഭാവം എന്നാണ്. അകംഭാവമില്ല ഇല്ല, അത് നമ്മൾ ബേക്ക് ചെയ്താ ഇതേപോലെ ഇരിക്കും, പൊളിച്ച് ഇങ്ങനെ വരും. സിമ്പിൾ സാധനം റീപ്പറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബിൽഡിങ്ങും പരിപാടിയും നടക്കുകയാണ്. ചേട്ടൻ കുട്ടിയിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വണ്ടി ഏകദേശം ഒന്ന് വൃത്തിയായിട്ടോ. ഈ വശത്തോട്ട് എടാ ഇത് നോക്കിയേ ദീപു ചേട്ടാ, ഇത് നമ്മുടെ ഒരു AC യൂണിറ്റ് ആയിട്ടാ കാണുന്നത്. ഒരു AC യൂണിറ്റ് പൈപ്പ്. ഇതൊരു എനിക്ക് തോന്നുന്നൊരു ഒരു 15,000 രൂപയുടെ കോപ്പർ പൈപ്പ് ഉണ്ടോ ഈ വണ്ടിക്കകത്ത്? അത് നമുക്ക് തന്നെ കൊണ്ടുപോകല്ലേ, നമുക്ക് അടുത്ത് നമ്മൾക്ക് വീട്ടിലെ ബേസ് എടുക്കാം, മറിച്ച് വിറ്റാലോ. കോപ്പർ പൈപ്പ് ഇഷ്ടം പോലെ ഉണ്ടോ അതിൻ്റെ അകത്ത്. ഗൈസ്, അപ്പോൾ ഇത് പിന്നെ അതേപോലെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, നമ്മൾ ഓവർ ശല്യപ്പെടുത്തണ്ട. പണിക്കാരുടെ പണിയെ നമ്മൾ ഇനി എന്തെങ്കിലും സാധനം ഉണ്ട്, നമുക്ക് ഇനി AC യുടെ സാധനം മാത്രം എടുത്തു കൊടുത്താൽ മതി. ഇനി AC പണി ചേട്ടാ എന്നെ എടുക്കുന്നാണോ പറഞ്ഞേ? വരുമോ? പോസ്റ്റ് കൊടുത്തു കേട്ടോ ജോജ പാവത്തിന്. അപ്പം ഇനിയിപ്പോൾ ആ ഒരു AC യുടെ പരിപാടിയും സംഭവങ്ങളും ACB വർക്കും പെയിൻറ്റിങ്ങും കൂടെ മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപാടി ഗൈസ്, അതായത് നജീബിക്കയുടെ വീട്ടിലൊരു വലിയ TV ഉണ്ടായിരുന്നു. നജീബിക്കയുടെ ഇളയ കൊച്ച് കരോട്ട സ്റ്റൈലിലൊന്ന് ചാടിക്കറങ്ങി, ജിംനാസ്റ്റിക് TV പോയി. അത് എനിക്ക് ലോട്ടറി അടിച്ചു, അത് ഞാൻ എടുത്തു. അതിന് പകരമായിട്ട് ഇക്കായ്ക്ക് ഞാൻ 13,000 രൂപയുടെ TV അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് എന്ത് കേസും അല്ലേ ഗൈസ്? നോക്കൂ, ഇനി അടുത്തൊരു കേസ് ഞാൻ പറയാം. ACP ഷീറ്റ് എപ്പോഴാണ് വരിക? നാളെ. കളർ നമ്മൾ സിൽവർ കളർ, ഡാർക്ക് സിൽവർ കളർ അതേ പറ്റുള്ളൂ. എപ്പോഴത് അടിച്ചു തുടങ്ങും? ഞങ്ങൾ മറ്റേ സാധനം മേടിച്ചു കൊടുത്താ ഗൈസ്. അതായത് സിങ്കും പിന്നെ അതേപോലെയുള്ള സ്റ്റൗവും സാധനമൊക്കെ മേടിച്ചു കൊടുത്തു. ഇനി അതും കൂടി ഉള്ളൂ. AC ഫിറ്റ് ചെയ്താലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ റെഡിയാ? നാളെ കൊണ്ടുവരുള്ളൂ. മറ്റേ ജോജനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ജോജന്റെ കൂട്ടുകാരൻ പുള്ളിനെ പോയി പിടിച്ചു. ഗൈസ്, അപ്പോൾ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും പരിപാടിയും കാര്യങ്ങളും നടന്നോട്ടെ. താങ്കൾ വന്ന വഴി തന്നെ പൊക്കോളൂ. ഗൈസ്, ജോജോ ചേട്ടൻ വന്നു. വണ്ടിയുടെ AC എവിടെ വെക്കണമെന്നുള്ള പ്ലാനിങ്ങും സംഭവങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ ആര് വന്നാലും ചായ കൊടുക്കും. കപ്പൊന്ന് കാണിച്ചു തരുമോ? മതി. ചായ കുടിച്ചാൽ അത് കാണിക്കണമെന്ന് പറഞ്ഞേ. ഗൈസ്, അപ്പോൾ ഓരോന്നായിട്ട് നോക്കട്ടെ എവിടെയാണ് വെക്കുന്നത്, എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഏകദേശം നമ്മുടെ കിച്ചൻ്റെ പരിപാടികളൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചണുള്ള സംവിധാനം, ഇനി ഫ്രിഡ്ജ് കയറ്റണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ പരിപാടികൾ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ തകൃതിയായി നടക്കും കേട്ടോ. ഇവരെ അളവെടുക്കുവാണ്. AC എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്. ഒരുപാട് പെയിന്റ് അടിച്ചിട്ട് അതിനകത്ത് മറ്റേ സാധനം അടിക്കാൻ ഒരുപാട് പെയിന്റ് അടിക്കണം, അല്ല അതിന് വീണ്ടും തുരുമ്പ് അല്ലേ, വീണ്ടും കുത്തി പൊട്ടിക്കേണ്ടി വരും. യെസ്, അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഗൈസ്, നോക്കൂ, ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പണിക്കാരൊക്കെ പോയി. ഇപ്പം പണി കഴിഞ്ഞെന്ന് പറയാം. ഇനി സ്വസ്ഥമായിട്ട് നമുക്ക് വണ്ടിക്കുള്ളിൽ എന്തൊക്കെ പണി നടന്നെന്ന് കാണാൻ പറ്റും. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. അതായത് വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അതെ, നമ്മൾ കുറച്ച് നേരം എല്ലാം നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കിയാലോ? യെസ്, കമാൻ ഗൈസ്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ആരാ സാറ് കയറാനാണോ? ആദ്യം തന്നെ ഇവിടെ കിച്ചൺ റെഡിയാക്കി. ഇത് നമ്മുടെ ഫ്രിഡ്ജ് സാധനം ഇവിടെ കയറ്റി ഈ ഭാഗം അടയ്ക്കും അല്ലേ? നിങ്ങളെപ്പോഴും വെള്ളം പ്രശ്നങ്ങൾ വരണോണ്ടിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ്. ഫ്രിഡ്ജ് ഈ കാണുന്ന ഇതാണ് നമ്മുടെ കിച്ചന്റെ ഭാഗം. ഇതിൻ്റെ അകത്ത് സിങ്ക് വരും, അടുപ്പ് വരും, അതുപോലെ കട്ടിങ്ങിന്റെ സ്ഥലം വരും.
കട്ടിംഗ് ടേബിൾ ഒക്കെ ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വിളിച്ച്. ആ സൈഡിൽ ഒരു ഇഞ്ചസ് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് നോക്കണം, ഫോൾഡ് ചെയ്യാം ആവശ്യമുള്ളപ്പോൾ പിന്നെ നമ്മുടെ യൂറോപ്പിൽ കിടക്കുന്ന TT-നെ പോലെ ഒരു മറ്റേ ബാത്റൂമിൽ ഇങ്ങനെ സാധനം ഇട്ടില്ലേ, തൂക്കിയിട്ടില്ലേ കുറെ സാധനം വെക്കുന്നത്, അത് കൂടെ 3 മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി. അത് സംഭവം ഇതാണ് കബോർഡ്, ബെർത്ത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുക്കിംഗ് സാധനങ്ങൾ, കുക്കിംഗ് സംബന്ധമായ സംഭവങ്ങൾ, കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഈ പക്ഷേ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്. ഈ പക്ഷേ നമ്മൾ ദോശയൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേക സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലേ ഇവനെ, ദോശപ്പൊടി സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ ഇത് കബോർഡ്. അതിന് ശേഷം ഇവിടെ എന്താക്കി, ഈ കാണുന്ന സാധനമാക്കി. ഇവിടെ നല്ല സ്പേസ്, ഇപ്പോൾ കൊച്ചിനായാലും ഞങ്ങൾക്കായാലൊക്കെ ഓടി നടക്കാനുള്ള സ്പേസ്. ഇത് ഒരു ബെഡ്, ഇതിൻ്റെ അടിയിലേക്ക് നോക്കി മനസ്സിലാവും. ഇത് ഒരാൾക്ക് കിടക്കാനുള്ള ബെഡ്റൂം, ഇതൊരാൾക്ക് കിടക്കാനുള്ള ബെഡ്, ഇതൊരാൾക്ക് കിടക്കാനുള്ള ബെഡ്. അങ്ങനെ മൊത്തം 3 ബെഡാണ്. ചിലപ്പം ഇത് സ്റ്റോറേജ് ആക്കും പഴയ പോലെ തന്നെ, ചിലപ്പോൾ ഇതാക്കും. അത് ഏതാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ ഇവിടെ ഒരു AC വരും, ഫ്രണ്ടിലൊരു AC വരും, 2 AC. അത് അല്ല ഇവിടെ വരിക, ഇവിടെ ഒരെണ്ണം വരും, ഫ്രണ്ടിൽ ഒരെണ്ണം വരും, അത് AC. അതായത് നമ്മുടെ വണ്ടിക്ക് ഭയങ്കരമായിട്ട് ഇല്ലാത്ത ഒരു സാധനം എന്ന് വെച്ചാൽ AC ആയിരുന്നു. അതായത് നമ്മൾ വണ്ടീൻ്റെ അകത്ത് കയറുമ്പോഴത്തേനും നമ്മൾ കുറേ 1200 1300 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണിക്കും. അത് കാരണം നമ്മൾ ഈ പക്ഷേ വണ്ടി ഫുൾ AC അല്ലേ. ഇനി ഇത് നോക്കിയേ, ഈ വശത്തോട്ട് നോക്കിയേ, ഇത്ര വശം നോക്കിയേ, ഈ ഒരു വശം മൊത്തം സ്പേസ് ആണ്. അത്യാവശ്യം നമുക്ക് ഒരു അല്ല നടക്കാനും കൊച്ചിന് കളിക്കാനും, പിന്നെ അതേപോലെ തന്നെ നമുക്കായാലും ഇപ്പം അപ്പനും അമ്മയൊക്കെ ഇവിടെ ഭക്ഷണം വെക്കാൻ നേരത്ത് ഇരിക്കാനും ഒരു ക്യാമ്പിംഗ് ചെയർ ഇടാനും, ഇനി നമുക്ക് ഇവിടെ നിന്ന് അരിഞ്ഞു കൊടുക്കാം. ശരി കേട്ടോ. ഇവിടെ ഇപ്പൊ എന്തായാലും അരിയിലും പിടിക്കലും എല്ലാം കൂടെ നടക്കൊന്നുമില്ല. 2-3 ക്യാമ്പിംഗ് ചെയർ മേടിക്കാം, ചെറിയ ഉണ്ടല്ലോ 2-3 ചെറിയ ടേബിളുകളില്ലേ, അത് മേടിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനും എല്ലാവർക്കും നന്നായിട്ട് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാ ബാത്റൂം സാധനം റെഡിയായി. ആ സാധനത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാത്റൂമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ബാത്റൂം റെഡിയായി. ഈ ബാത്റൂമിൻ്റെ അകത്ത് ചെറിയ സോപ്പൊക്കെ വെക്കാനുള്ള സാധനം, ചെറിയൊരു വാഷ് ബേസിൻ ചെറുത് കിട്ടുവാണെങ്കിൽ, കിട്ടൂല്ല എന്നുള്ള സംശയമാണ്. അത്രയും സാധനം ഇതിൻ്റെ വാഷ് ബേസിൻ ഞങ്ങൾ വാങ്ങി കേട്ടോ, കിച്ചണുകൾ മേടിച്ചു. അല്ല അതങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു തകിട് വെച്ച് റെഡിയാക്കി എടുത്തിട്ട് അതിന് നമുക്ക് മറ്റേ മൾട്ടിവുഡ് ഇല്ലേ കൂടിയ നമ്മളെ ബോർഡിന്റെ UPVC ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോ മറ്റു സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം. അത് നമുക്ക് ചെറിയ ഒരെണ്ണം ബാത്റൂമിൽ പോയവർക്ക് കൈ കഴുകണം നോക്കുന്നുണ്ട്, ഉള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ. പിന്നെ ഡസ്റ്റ്ബിനുകൾ ഒരു 4 ഡസ്റ്റ്ബിൻ ഈ വണ്ടി മേടിക്കണം. വേറെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു കേട്ടാ, നമ്മുടെ സാധനം ഇവിടെ ഫിക്സ് ചെയ്ത് നമ്മൾ ആരും ഓർക്കുന്നില്ല കേട്ടോ. വാട്ടർ ടാങ്ക് ഇവിടെ റെഡിയായി. മോട്ടർ വേണ്ട, അതാണ് നമ്മൾ. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് കേട്ടോ. ഇതിന്റെ അകത്താണ് നമ്മുടെ സ്റ്റോറേജ് ഫുള്ള് വരുന്നത്. ഇത് കിടക്കാനുള്ളത് ഇതൊരു ബെഡ് മതി, പിന്നെ നമ്മള് വേറെ കാര്യമുണ്ട്, നമ്മൾ ഒരെണ്ണം പ്ലാൻ ചെയ്ത് മറന്നുപോയി. അതായത് പുറത്ത് വെച്ച് ഭക്ഷണം വെക്കണമെന്ന് നമ്മൾ ഇവിടെ 4 സൈഡ് ഇടാൻ പറ്റൂല കേട്ടോ. ഈ സൈഡ് അതിന് 4 സീറ്റ് ഇടാൻ പറ്റൂലെന്ന് പറഞ്ഞേ. ഇവിടെ റിക്ലൈനർ സീറ്റ് അല്ലേ വരുന്നേ, അത് ചാറുണ്ട്. ഒരെണ്ണം തന്നെ ഇവിടെ വരും, കാല് വെക്കണത് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കുന്ന ആള് കാല് വെക്കണത് ഇവിടെ ഇരിക്കും, ഒരെണ്ണം തൊട്ട് ബാക്കിൽ വരും, അടുപ്പിച്ചിട്ടാ മതി അവനെ, അവിടെ നമുക്ക് കാല് വെച്ചിരിക്കാലോ. വേറെ ഒരു കാര്യമുണ്ട് ഇവനെ, ഇവിടെ 2 വരുവാണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഫ്രണ്ട് കണ്ടിരിക്കണമെന്നുള്ളവർക്കും അവിടെ ഇരിക്കാലോ. AC സക്സസ് ആയാൽ മതി. AC സക്സസ് ആയി കഴിഞ്ഞാൽ മൈക്രോബസ് അല്ലേ, മാക്രോബസ് തന്നെ. മൈക്രോബസ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ ആ സാധനം കൂടെ കയറി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്ത ഫുള്ള് അഴിക്കണത്തിലാട്ടാ, ഫുൾ നമുക്ക് അഴിച്ചെടുക്കാം ഈ സാധനം. ഇതിപ്പോ നമുക്ക് ഈ ബെഡ് അഴിച്ചു മാറ്റാം, ഈ എല്ലാം അഴിച്ചു മാറ്റണത്തിലാണ് ചെയ്തേക്കണം. ഒന്നും നേരിട്ട് വെച്ച് വെൽഡ് ചെയ്തേക്കില്ല. നമുക്ക് നാളെ ഒരിക്കലും തോന്നുന്നതാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് അഴിച്ചൊക്കെ വെക്കണമെന്ന് തോന്നിയാലും നേരെ അഴിച്ച് ഈ സാധനം എടുക്കാം, അഴിച്ചു കൂടി എടുക്കാം. പിന്നെ വേറൊരു കേസ്, ജനറേറ്റർ ചെറുത് അത് മതി ഇതിന്. അത് നമുക്ക് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കറണ്ടിനും എല്ലാത്തിലും ജനറേറ്ററിലും കൊടുക്കാനും ഒരു മിക്സി വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ. അപ്പൊ വലുത് വേണ്ട, വലുത് കേട്ടുന്നില്ല, വലുത് വെക്കണം. അപ്പൊ അത് നമുക്ക് വീട്ടിൽ കൊണ്ട് നമുക്ക് വെക്കാം. വലുത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എണ്ണ ചെലവ് കൂടുള്ളൂ, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അതേപോലെ നമ്മുടെ ഫ്രണ്ട് നമ്മൾ വേറെ ടൈപ്പിലോട്ട് ആക്കാൻ വേണ്ടി പോകും. അതിന്റെ ഒരു ചെറിയ ചെറിയ ഡിസൈൻ സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ. ഇനി ബേക്കില് ഈ എവിടെ കിച്ചൺ വെക്കും എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യണം. എവിടെ വെക്കും? കോട്ടയത്ത് നാളെ വരാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ ജനറേറ്റർ വെച്ച് കഴിഞ്ഞാൽ പകുതി സ്ഥലം നമുക്കിവിടെ മറിച്ചുകളെ. നമുക്ക് ഇവിടെ ഇതെന്താ സംഭവം,
ജനറേറ്റർ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറേറ്റർ പുറത്തിറക്കി വെച്ചില്ലേ വലിക്കുള്ളൂ, ഉള്ളിൽ വെച്ചല്ലോ. അപ്പൊ നമുക്ക് അവിടെ കയറ്റി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സാധനത്തിലൊക്കെ വെക്കുകയും ചെയ്യാം. അവിടെ അടച്ചു കളയാം. ജനറേറ്റർ ഇത് കയറ്റി വെക്കാം, അടക്കാം. അവിടെ സാധനം എടുത്തിട്ട് ജനറേറ്റർ ഒക്കിപ്പിച്ചാൽ മതിയല്ലോ പുറത്ത് വെച്ച്. പിന്നെ കിച്ചൺ എവിടെയാ? ഒന്നല്ല ഇവിടെ എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയും വരുന്ന രീതി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റർ പിടിച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് എടുക്കണം. അപ്പൊ നമുക്ക് എന്നാ ജനറേറ്റർ കഴിഞ്ഞുള്ള ബാക്കി ഇവിടെയാണ് കിച്ചൺ ഉദ്ദേശിക്കണം. ഇവിടെ തന്നെ വേണ്ടി വരും. ഇവിടെ എവിടെ എവിടെ നമുക്ക് ചെയ്യാം. കട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇടത്തെ സൈഡാണോ വലത്തെ സൈഡാണോ? നല്ല എനിക്ക് തോന്നുന്നു. അത് മതി, ചെറുതല്ലേ? ജനറേറ്റർ കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. ഇത്രേ ഉള്ളൂ. ചെറുതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിച്ചൺ ആക്കാം. അപ്പൊ ജനറേറ്ററിൽ നിന്നുള്ള ലൈൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? എല്ലാത്തിലേക്കും ജനറേറ്ററിലേക്കും കൊടുക്കുക. ലൈനുകൾ അകത്തേക്ക് വലിച്ചിട്ടേക്കും. ആ പ്ലഗ് നിങ്ങൾ ബാക്കിൽ കുത്തിയിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉള്ളിലേക്കായി. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാല്ലേ? അതായത് അത് ഓടിക്കുന്നത് നല്ലത്. അതാകുമ്പോൾ നല്ല സമയം കിട്ടും. അപ്പൊ രാത്രിയാണ് നോക്കുമ്പോൾ നമ്മൾ മറ്റേ AC ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിംഗിൽ ഇടാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രം തണുപ്പില്ലാത്ത സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം AC ഇടുക. ആവശ്യമില്ല AC ഇടുന്ന കുറിച്ച് ചിന്തിക്കുക വേണ്ട. ലൈനുകളിൽ വേണ്ടിയിട്ട് ഫാനും കൂടി കളർ അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ AC ഫാൻ ഇട്ടാൽ മതി. ജനറേറ്റർ ഓൺ ചെയ്ത് ഇതിന്റെ വെച്ചാൽ മതി. ഇവിടെ നമുക്ക് നെറ്റ് കൊടുക്കാം. അപ്പൊ അതിന്റെ കാറ്റ് പുറത്തേക്ക് പോയിക്കോളൂ. ഇനിയും കുറച്ച് പിന്നെ സാധനം ജനറേറ്റർ ഇടാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതിന്റെ പൈപ്പില്ലേ, മറ്റേ സാധനം, ആ കാർബൺ പോകുന്ന സാധനം, അത് പുറത്തോട്ട് പോകുന്ന പോലെ നമ്മൾ വെക്കണം. അതാണ് ഏറ്റവും ഡേഞ്ചർ. ഗൈസ്, ഈ വണ്ടിയുടെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നതാണ് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത്. നാളെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം. അപ്പം നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു.